സിസ്റ്റർ, എൻ്റെ പേര് അൽഫോൺസ. ഞാൻ പവിത്ര മേലങ്കി പ്രാർത്ഥനയിലെ 6ാം ഗ്രൂപ്പിലുള്ളതാണ്. ഞാൻ ഈ പ്രെയർ തുടങ്ങുന്നത് 2 മാസം മുമ്പാണ്. ആ തുടങ്ങിയ സമയത്ത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് ചേട്ടൻ്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അത് ചേട്ടന് ക്യാൻസറാണ്. അതിൻ്റെ ഭയങ്കര ഒരു സ്റ്റേജിലായിരുന്നു. അത് ഒരു ഗുരുതരമായൊരു ക്യാൻസറായിരുന്നു. ബയൽ ഡക്ട് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് അത് കേരളത്തിൽ തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഏജിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ വഴിയാണ് ക്ലോക്ക് പ്രെയറിൻ്റെ ലിങ്ക് കിട്ടുന്നതും യോസേപ്പിതാവിനോടും കൂടെ ഞാൻ സ്വർഗത്തോട് മുഴുവൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ 2 മാസം 30 ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്തതായിട്ട് തുടങ്ങി. അങ്ങനെ 30 ദിവസം, അങ്ങനെ 2 മാസമായി. കീമോ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടന് കീമോ പകുതി കഴിഞ്ഞു. പകുതി കീമോ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി അധികം കീമോയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറവുണ്ട്, ഓറൽ മെഡിസിനിലൊക്കെ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ യോസേപ്പിതാവിൻ്റെ ഭയങ്കര ഒരു പവിത്ര മേലങ്കിയുടെ ചുരുളുകൾക്കിടയിൽ യോസേപ്പിതാവ് ചേട്ടനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. യോസേപ്പിതാവും മാതാവും ഈശോ വഴി പിതാവായ ദൈവത്തിൻ്റെ പക്കൽ എപ്പോഴും ചേട്ടനെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഓരോ പ്രാവശ്യവും വേദനകൾ വരുമ്പോഴും എല്ലാം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ, യോസേപ്പിതാവിനോട് അപേക്ഷിച്ച് കഴിയുമ്പോഴേ കുറയും. അതുകൊണ്ട് അതൊരു ഭയങ്കര അനുഭവമാണ് ഈ ക്ലോക്ക് പ്രെയർ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ തുടങ്ങിയപ്പം ചേട്ടന് സൗഖ്യം കൊടുക്കണേന്ന്, കാരണം നമുക്കൊരു ഹോപ്പും ഇല്ലാത്തൊരു സമയത്താണ് തുടങ്ങിയത്. അപ്പോൾ ചേട്ടന് സൗഖ്യം കൊടുക്കണേന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ 1 മാസം കൊണ്ട് തന്നെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. ആൾ പോസിറ്റീവായി, ഹെൽത്തിയായി, നടക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരസുഖമുള്ള ആളാന്ന് നമുക്ക് പറയില്ല, അങ്ങനെയായി. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം ഞാൻ തുടങ്ങിയപ്പം ഞാൻ യോസേപ്പിതാവിനോട് പറഞ്ഞത്, യോസേപ്പിതാവേ, ഈ മഹത്വം ലോകത്തെ അറിയിക്കാൻ ഞങ്ങളെ അനുവദിക്കണേ. സ്വർഗത്തു നിന്ന് ഞങ്ങൾക്ക് ഈ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തെ അറിയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ തുടങ്ങിയത്. അപ്പം കൃത്യം അത് ഈ ജാനുവരി 4-നാണ് അത് തീർന്നതും. ആ ജാനുവരി 4 തന്നെയാണ് ചേട്ടന് ഡോക്ടറെ കണ്ടതും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതും. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാതാവും ഈശോയും കൂടി ഒരു വലിയ സൗഖ്യം തന്നെ ഇതിൽ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ തുടങ്ങിയപ്പം ഞാൻ എൻ്റെ ഇളയ കൊച്ചിനെയും കൂടെ സമർപ്പിച്ചായിരുന്നു. കാരണം എൻ്റെ മോന് LKG-യിലാണ്. കഴിഞ്ഞ വർഷവും LKG-യിലായിരുന്നു. അപ്പം മാത്സ് ഈ കണക്കൊക്കെ 1 to 10 ഒക്കെ കൗണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാട്. അങ്ങനെ 1 വർഷം കൂടി ഇരുത്തി. പക്ഷേ ഈ വർഷവും ഒരു മാറ്റവും അവന് കാണുന്നില്ല. ഓൺലൈൻ ക്ലാസ്സാണല്ലോ, അവന് ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര വിഷമം, പേടി, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചേട്ടൻ്റെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ യോസേപ്പിതാവിന് ഇവനെയും കൂടെ സമർപ്പിച്ചായിരുന്നു. ജോസഫ് എന്നാണ് എൻ്റെ മോൻ്റെ പേര്. അവനെയും സമർപ്പിച്ചിരുന്നു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് വന്നപ്പം ഈ ജാനുവരി 5-നായിരുന്നു അവൻ്റെ ക്ലാസ്സും തുടങ്ങിയത്. അപ്പം ക്ലാസ്സിൽ ഭയങ്കര ചേഞ്ച്. ഞങ്ങൾ ഈ 10 days നോക്കിയിട്ടേ ഇല്ലായിരുന്നു, ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. സാധാരണ അവനെല്ലാം മറന്നു പോകുന്ന 8ഉം 7ഉം 6ഉം ഒക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു, ഇവനെ നിങ്ങൾ പഠിപ്പിച്ചോ, ഇവൻ എന്ത് മാറ്റമാണ്, 1 to 20 വരെ ഞങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല, അവൻ തന്നെ എഴുതി. അപ്പോൾ അപ്പം അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് കാത്തലിക്സ് അല്ല, ഹിന്ദുസാണ്. പക്ഷെ അവർക്കും അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സെയിൻറ്റ് ജോസഫിനോടാണ് പ്രാർത്ഥിച്ചത്, മോനെ സമർപ്പിച്ചു. അപ്പോൾ അവർക്കും അതൊരു ഭയങ്കര വിശ്വാസമായി. അപ്പം അങ്ങനെ യോസേപ്പിതാവിനെ എനിക്ക് എല്ലായിടത്തും മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പം ഈശോ, മറിയം, യോസേപ്പെ, ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.